എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഞാൻ വയലിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ തൊട്ടുമുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറുടെ നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ നീ സ്വർഗ്ഗം കൊടുക്കണേ ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ ഉമ്മയുടെ മരണ വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വേദനയേറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വേദന കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, സാർ എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഴുതു പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോണിലെടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നലുമ്മ, ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോൾ, ആ മരണ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി. എല്ലാവരും എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാ എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്കും നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എൻ്റെ വീട്ടിൽ ഏത് കാര്യത്തിനും ഞാൻ ഉണ്ടാകില്ല. എൻ്റെ വാപ്പാട് ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോൾ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാൻ്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മരവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസിയുവിനകത്ത് കിടന്നപ്പോഴാണ്. ഉമ്മയ്ക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട്, എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടെ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാണ്. എനിക്കത് അത്ഭുതമായിരുന്നു. അത്രയും പാപമായ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. ഞാൻ ഇത് പറഞ്ഞത്, എൻ്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ ഉമ്മായിക്ക് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എൻ്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറുടെ നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗ്ഗം കൊടുക്കണേ നീ സ്വർഗ്ഗം കൊടുക്കണേ ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണ്ണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കും നല്ല മരണം ലഭിക്കുമ്പോ മരണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഉസ്താദന്മാരോട് പറയും, ഉസ്താദ് ആഖിറത്ത് നന്നാകാൻ ദുആ ചെയ്യണം. നിനക്കറിയോ ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും?
എടോ, നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയോ? നീ പഠിക്കണം നല്ല മരണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒന്നുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യമാണ് ഒരു നല്ല മരണത്തിന്റെ അടയാളം. ഈ 15 കാര്യം കിട്ടിക്കൊണ്ടപ്പോഴാ അത് നല്ല മരണം എന്ന് പറയാ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ വേണ്ടി ഔസാദെ ദുആ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും പറയണേ. എന്ത് യോഗ്യതയാണോ നമുക്കുള്ളത്, എന്ത് അർഹതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നല്ല മരണം വെറുതെ കിട്ടില്ല. നല്ല മരണം വെറുതെ കിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ചു ഒരുങ്ങിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കഫം തുണിയും എടുത്തുകൊണ്ട് റൂമിന്റെ അകത്ത് കടന്നു വന്നു. റൂമിന്റെ അകത്ത് കടന്നു വന്നിട്ട് മരിക്കാൻ തയ്യാറായി ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യ ഫാത്തിമാൻ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് വരാൻ. തന്റെ പ്രിയപ്പെട്ട ഫാത്തിമാൻ അടുത്ത് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഞാൻ മരിക്കാൻ പോവാ, നീ എനിക്ക് പൊരുത്തം തരണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണ് നിറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വസീയത്തൊക്കെ കൊടുത്തു. സമയം താമസിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. കാരണം ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എന്ന റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടച്ചേക്ക്. എങ്കിലും നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചേക്ക്. ഫാത്തിമ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്താക്കുന്നേ? നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയം, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമല്ലേ? നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട സമയമല്ലേ? എന്തിനാ എന്നെ റൂമിന്റെ പുറത്തേക്ക് പോകാൻ പറയുന്നത്? ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഉറപ്പുള്ളത് കൊണ്ടല്ല. നീ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. സ്നേഹമുണ്ടെങ്കിൽ പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങി. വാതിലടച്ചു പെങ്ങള്, വാതിലടച്ചു വാപ്പാ. കണ്ണ് നിറയുകയാണ്. കാരണം ഭർത്താവ് റൂമിന്റെ അകത്ത് മരണത്തോട് മല്ലടിക്കുകയാണ്. ഭാര്യ വാതിലടച്ചിട്ട് പുറത്തു നിൽക്കുകയാണ്. റബ്ബേ, ഫാത്തിമ ചിന്തിക്കുന്നു, അല്ലാ, ആരാ അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരോ ഭർത്താവിനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാണ് പടച്ചവനെ കാണാൻ വരുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കി. പെങ്ങള് അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന മലക്കുകളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സലാം പറയുകയാണ്. അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കാബുലുൽ അർവാഹ് വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തായാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് റബ്ബേ മരിക്കുന്നത്? എങ്ങനെയാണ് റബ്ബേ? കാണാനുള്ള ആഗ്രഹം കൊണ്ട് അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. വാപ്പാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നിട്ടല്ല,
മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. ഓതി ആയത്തേതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് അവിടെ നിന്ന് ഓതുകയാണ്. വാതിലിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ടവൾ ഒളിഞ്ഞു നോക്കുന്നത് കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കാണുകയാണ്. ആ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല, നല്ല മരണം വെറുതെ കിട്ടൂല. ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയോ? വല്ലാഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. പെങ്ങളെ, അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ നല്ല മരണം തരാ. നിന്റെ രഹസ്യത്തിലും നിന്റെ പരസ്യത്തിലും ഏത് കാര്യത്തിലും നീ അല്ലാഹുവിനെ ഭയക്കുന്നവളാകൂ. എല്ലാരോടും പറയുന്നു, അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആനിന്റെ ആയത്തോതിയിട്ട് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നു. റൂമിന്റെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയപ്പോ എന്തൊരു പ്രകാശമെന്നറിയോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തെന്ത് പ്രകാശമെന്നറിയോ. എന്തൊരു ചിരിയാണെന്നറിയോ, എന്തൊരു ചിരിയാണെന്നറിയോ. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണോ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൂടിയവരോട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമേ പറയാറുള്ളൂ. അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. ഇന്ന് വാശിയാണോ? എവിടെ നോക്കിയാലും പടച്ചവനെ വലിയ വലിയ ഫ്ലെക്സുകളാണ്. ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി മത്സരത്തിന്റെ ഫ്ലെക്സ് വെക്കുന്ന ചെറുപ്പക്കാരാ. എന്തെങ്കിലും പറഞ്ഞാ തമ്മിലടിക്കുന്നവരല്ലേ. വാശിയല്ലേടാ മോനെ, എല്ലാവർക്കും വാശിയല്ലേ, പരാജയപ്പെടുത്താനുള്ള മനസ്സല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വാശി കാണിക്കേണ്ടത് അതിനല്ലടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും പറയുകയാ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, ചങ്കൂറ്റമുണ്ടെങ്കിലോ പാരതാ നീ പ്രതികാരം ചെയ്യണം. ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? അതാ കവി പറയുകയാ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. പെങ്ങളെ, പ്രസവത്തിനും മരണവേദനയാണ്. ഏതു വേദന സഹിച്ചിട്ടാണ് നീ പ്രസവിച്ചതെങ്കിലും എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ കുഞ്ഞിനെ നീ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിച്ചില്ലേ ഉമ്മ? സ്വന്തം മകനെ കണ്ടപ്പോ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നീ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവളാ. അതാ ലേബർ റൂമിന്റെ ഫ്രണ്ടിലൂടെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് നടന്ന നീയോ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നിട്ട് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാ മോനാ മോളാ കാണിച്ചപ്പോ ചിരിച്ചില്ലേ വാപ്പാ? എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചടോ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. എടാ ചെറുപ്പക്കാരാ, നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കി നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു,
നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, സാക്ഷാൽ ഇബ്ലീസ് പോലും ചിരിച്ചടാ. ആ സമയത്തു നീ കരഞ്ഞവനാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിമിനോട് പറയുകയാ, നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. അത് ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയിട്ടല്ല, വാപ്പാന്റെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല. പിന്നെങ്ങനാ പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഈ കാണുന്ന പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ഈ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാക്കുന്നു. അവസാനം നിന്നെ എടുത്തുകൊണ്ട് പോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, നജസുകൾ കഴുകി വൃത്തിയാക്കി, നികത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞിട്ടോ ആ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാണ്. സുഗന്ധമിട്ട വെള്ളം മുടിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഒന്ന് പഠിപ്പിക്കുകയാണ്. തുടച്ചു വൃത്തിയാക്കുകയാണ്. അല്ലാ, അവസാനം 3 കഷ്ടം തുണിയിലോ ഒരു വെള്ള തുണിയിൽ പൊതിയുകയാണ്. കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാണ്. വീടിന്റെ അകത്ത് വല്ലാത്ത തിരക്കാണ്. എല്ലാരും ഒന്ന് മാറി നിൽക്കൂ, എല്ലാരും ഒന്ന് മാറി നിൽക്കൂ. മയ്യത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. ഏത് തിരക്കുള്ള വീട്ടിലും ജനങ്ങൾ മുഴുവനും മാറുകയാണ്. എല്ലാവരും മാറി നിൽക്കുമ്പോ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ ജനാസ കിടത്തുകയാ. അല്ലാ, ഒരു നാട് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോഴാരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ മൂക്കിലേക്ക് പഞ്ഞി വെച്ചോ. ജനാസ പൊതിയുകയാണ്, ജനാസ പൊതിയുകയാണ്. എന്നിട്ട് അവസാനം നിന്നെ കാണാൻ അനുവാദം കൊടുക്കുകയാ. മോനെ, നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുമടാ ചെറുപ്പക്കാരാ. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. വീട്ടുകാര് മുഴുവനും കരയുന്നുണ്ട്. വാപ്പ കരയുന്നുണ്ട്. കൂടെ പറപ്പ് കരയുന്നുണ്ട്. കൂട്ടുകാര് നിലവിളിക്കുന്നുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും കരയുകയാണ്. വീടിന്റെ അകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുകയാണ്. അല്ലാഹുവേ, ആ ജനാസ എടുക്കാൻ സമയമാകുമ്പോ ആരോ പറയുന്നുണ്ട്, ഉമ്മാനെ ഒന്ന് കാണിക്കാറ്, ഉമ്മാനെ ഒന്ന് കാണിക്കാറ്, ഉപ്പാനെ ഒന്ന് കാണിക്കാറ്. നിന്റെ ഉമ്മാനെ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ്. നിന്റെ ഉപ്പാനെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ്. നിന്റെ ജനാസ കാണാറ്. റബ്ബേ, ആ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ചിരിക്കണമടാ ചെറുപ്പക്കാരാ. വജ്ഹദിലി നഫ്സിക വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉമ്മ വല്ലാതെ കരയുന്നുണ്ട്, ഉപ്പ കരയുന്നുണ്ട്, കൂടപ്പുറപ്പ് കരയുന്നുണ്ട്. എല്ലാരും കരയുമ്പോ ചോദിക്കണം, ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു. എന്റെ മുഖത്ത് നോക്ക്, എന്തൊരു പ്രകാശം, എന്തൊരു പുഞ്ചിരി. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ. മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്നും മയ്യത്ത് കാണുന്നവര് പറയുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ചവനെ ഭയന്ന് ജീവിച്ച അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.